മാധ്യമ ചർച്ചകളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ രംഗത്തെത്തുകയാണ്. കെ സുധാകരന് പിന്നാലെ റോജി എം ജോൺ, സന്ദീപ് വാര്യർ, രമ്യ ഹരിദാസ്, അലൂഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അനിതാ ബാബു തുടങ്ങിയവർ കെ.സി. അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ട കെ സുധാകരനെതിരെ വൻ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ജിബിൻ ജെബിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ അനുകൂലിച്ച പി ജെ കുര്യൻ രംഗത്ത് വന്നിരുന്നു, മുഹമ്മദ് ഷിയാസ് വി.ഡി. സതീശന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു, അവരത് തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കെ സുധാകരന് വേണ്ടി കെ.സി. വേണുഗോപാലിന് വേണ്ടി കെ സുധാകരൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഒട്ടേറെ നേതാക്കൾ ഈ ചുവട് പിടിച്ച് സമാനമായ രീതിയിൽ കെ.സിയെ അനുകൂലിക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ് അമല. അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ദിവസമാണ് ചില ചാനൽ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചില ചർച്ചകൾ ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ഇത്തരത്തിൽ പ്രതികരിച്ചത് കെ സുധാകരനാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കെ സുധാകരൻ ഒരു FB പോസ്റ്റ് ഇട്ടത്. കാരണം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് കെ.സി. വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെ നന്നായി അറിയാം, പ്രവർത്തകരെ സ്വാധീനിക്കാനും അറിയാം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടം എന്നാണ് കെ സുധാകരൻ പങ്കുവച്ചത്. അങ്ങനെ ഒരാളുടെ നേതൃത്വം കേരളത്തിന് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതായത് കെ സുധാകരൻ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാൽ വരണമെന്ന് തന്നെയാണ്. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ സുധാകരന് കണ്ണൂരിലെ സീറ്റ് നഷ്ടമായതിന് പിന്നിൽ വി.ഡി. സതീശൻ, സണ്ണി ജോസഫ് പക്ഷമാണ് എന്നാണ് കെ സുധാകരന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കെ സുധാകരനെ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ, റോജി എം ജോൺ, അനിതാ ബാബു തുടങ്ങി അലൂഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കെ.സി. വേണുഗോപാൽ നേതൃനിരയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പാർട്ടി തന്നെ നയിക്കാനായി എത്തുന്നത് കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ച ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തോൽവികൾ ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് പാർട്ടിയെ നയിക്കാൻ കെ.സി. വേണുഗോപാൽ എത്തിയത്. അങ്ങനെ ഒരാളെ തള്ളിപ്പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കെ.സിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ചർച്ച കൊണ്ടുവന്നത് പി ജെ കുര്യനാണ്. പി ജെ കുര്യൻ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷം മുഹമ്മദ് ഷിയാസ്, എറണാകുളം ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെന്നാണ് ഹൈബീഡനെ പോലെയുള്ള മുൻനിര നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കെ.സിക്ക് വേണ്ടി കെ സുധാകരൻ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതികരണം സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമയത്ത് അത് പാർട്ടി തന്നെ അല്ലെ ഹൈക്കമാൻഡ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് മുതിർന്ന നേതാക്കൾ നിലപാടെടുത്തത്. അതിനുശേഷമാണ് അത്തരം ഒരു ചർച്ച കോൺഗ്രസിൽ അവസാനിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ചില ചാനൽ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് ചില ചർച്ചകൾ വന്നത്. അതിന് പിന്നാലെയാണ് എന്തായാലും വീണ്ടും ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് കെ.സി. വേണുഗോപാൽ വരട്ടെ എന്നുള്ള തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും ഒക്കെ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ഇതിൽ പാർട്ടിയിലെ തന്നെ മറ്റുള്ള നേതാക്കൾ ഇന്ന് എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണം 3 പേരുടെ പേരുകളാണ് നിലവിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും യുവജന നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, ഈ 3 പേരുകളാണ്. പലരും അത് പരസ്യമായി പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടി നിലപാട് എന്താണ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമല. ശരി, ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരുടെയും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും ഒക്കെ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമായിരിക്കും? അത് തന്നെയാണ്. ഇതിപ്പോ കെ സുധാകരനെ നോക്കുകയാണെങ്കിൽ ഒരു പിന്തുണ കൊടുത്തിട്ട് വലഞ്ഞു പോയൊരവസ്ഥയാണ്. ഫേസ്ബുക്കിലൊക്കെ കമന്റ് ബോക്സ് ഒക്കെ പൊട്ടിക്കെട്ടുന്ന അവസ്ഥയാണ്. അതിനു മാത്രം വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.